പ്രാർത്ഥനയോടെ നമുക്കായിരിക്കുമ്പോൾ അപ്പോസ്തല പ്രവർത്തികൾ അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യവും 5-ാമത്തെ വാക്യവും ഒരാൾ ശബ്ദം ഉയർത്തി വായിച്ചു. അങ്ങനെ അവർ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കൽപ്പിച്ചു. സഭ ഒരുമിച്ച് ആമേൻ പറഞ്ഞു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ, ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം അനുവദിക്കുന്ന പോലെ ഈ വരുന്ന 6-ാം തീയതി വെളുപ്പിന് ഞാൻ നേപ്പാളിലേക്ക് യാത്രയാവുകയാണ്. ആ ശുശ്രൂഷകളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ വലിയ പ്രവൃത്തികൾ കാണുവാൻ കർത്താവ് സഹായിക്കണം. കഴിഞ്ഞ വർഷം പ്രാർത്ഥിച്ചു, അനേക ദൈവപ്രവൃത്തികൾ കാണുവാനൊക്കെ ദൈവം സഹായിച്ചു. എന്നാൽ ആ പട്ടണത്തിൽ കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ സഭയുടെ പ്രാർത്ഥന ഞാൻ ചോദിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ കർത്താവിൻ്റെ ദാസന്മാരൊക്കെ പ്രാർത്ഥിച്ച പോലെ എൻ്റെ വിസ അടിച്ചു, എമിറേറ്റ്സ് സൈഡിൽ ലഭിച്ചു. എല്ലാവരുള്ള സ്നേഹത്തെ, വന്ദനത്തെ അറിയിക്കുന്നു. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചു. ഹല്ലേലൂയ. ഒന്നുകൂടെ വായിക്കാമോ? വായിച്ചു വാക്യം. എന്നോട് കർത്താവിൻ്റെ ആത്മാവ് പറഞ്ഞത്, വാഗ്ദത്തത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരു തലമുറയെ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് കാണുന്നു. ഹല്ലേലൂയ. വാഗ്ദത്തത്തിനു വേണ്ടി കാത്തിരിക്കുന്ന, ആര് ചെയ്ത വാഗ്ദത്തം? ഹല്ലേലൂയ. പിതാവായ ദൈവം എന്നോട് വ്യക്തിപരമായി പറഞ്ഞ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവത്തിന് വേണ്ടി വാഗ്ദത്തങ്ങളെ നിവർത്തീകരിക്കുവാൻ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ജാഗരിക്കുന്നു. കർത്താവിന്റെ വചനത്തിൽ പറയുന്നു, എന്റെ വാഗ്ദത്തത്തെ നിവർത്തീകരിക്കുവാൻ എന്റെ ദൈവം എനിക്ക് വേണ്ടി ജാഗരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വസ്തത പറയാൻ പറ്റും? എന്നോട് വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. അത് തക്ക സമയത്ത് ആ വാഗ്ദത്തത്തിലേക്ക് എന്നെ കയറ്റുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണെന്ന് പറയുന്നവർ കരങ്ങൾ ഉയർത്തി. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് വാഗ്ദത്തം ചെയ്യാൻ മാത്രമല്ല ദൈവത്തിന് അറിയാവുന്നേ, പറഞ്ഞ വാഗ്ദത്തത്തെ നിവർത്തീകരിക്കുവാനും കർത്താവിനറിയും. ഹല്ലേലൂയ. അതിന്റെ 2-ാമത്തെ വാക്യം 3-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? അപ്പൊ യേശുക്രിസ്തുവിന്റെ കഷ്ടതയ്ക്ക് ശേഷം, യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് ശേഷം, സ്വർഗ്ഗാരോഹണത്തിന് മുൻപ് യേശു പലർക്കും പ്രത്യക്ഷനായിട്ട് പറയുകയാണ്, ഹല്ലേലൂയ, ഇനി ഞാൻ പോകുക, ഞാൻ പോയതിനു ശേഷം മറ്റൊരു കാര്യസ്ഥനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അയക്കും. ഹല്ലേലൂയ. എന്നോട് കർത്താവിന്റെ ആത്മാവിന് വെളിപ്പാട്. ഹല്ലേലൂയ. ഞാൻ പത്രോസിന്റെയും യോഹന്നാന്റെ കൂടെ നിൽക്കുമ്പോൾ അവർക്ക് എന്തും ചെയ്യാൻ ധൈര്യമുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇനിയും പോകുകയാ. പക്ഷെ ഏതൊക്കെയോ പ്രതികൂലങ്ങൾ കയറി വരുമ്പോൾ അവർ പതറിപ്പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് ആത്മാവെന്ന വിഷയത്തെ ഞാൻ അവർക്ക് വേണ്ടി കൈമാറാൻ പോകുകയാണ്. ഹല്ലേലൂയ. ജീസസ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി, ഇന്ന് പകലിൽ ദൈവാത്മാവ് ഒരു ദൂത് പറയുന്നു, നിന്റെ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ ദൈവത്തിന്റെ അത്യന്ത ശക്തി ദൈവാത്മാവ് ഇന്ന് പകലിൽ ആരുടെ മേൽ പകരുന്നു. ജീസസ്. ഹല്ലേലൂയ. കർത്താവ് പറയുക, ഞാൻ പോകുക. ഹല്ലേലൂയ. പക്ഷെ നിങ്ങൾ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണം. ഹല്ലേലൂയ. യേശുക്രിസ്തു 120 പേരോട് മാത്രമല്ല ഈ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കാൻ പറഞ്ഞേ. പക്ഷെ യേശു എന്തു പറഞ്ഞു അതിനെ സ്വീകരിച്ച പ്രാർത്ഥനാ മുറിക്കകത്ത് കയറിയവർ, അല്ലെങ്കിൽ മാളിക മുറിക്കകത്ത് കയറിയ ഒരു ജനത്തെ കർത്താവ് കാണുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. 1 ശമൂവേലിന്റെ പുസ്തകം 15:23 വായിച്ചു. ജീസസ്. അതിനു മുമ്പ്
അപ്പൊ സഭ ശ്രദ്ധിക്കണമേ, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സുകളെക്കാളും നല്ലത്. ഇന്ന് രാത്രി ദൈവാത്മാവ് ഒരു ദൂത് പറയുന്നു. ദൈവ ശബ്ദത്തെ കേട്ടനുസരിക്കുന്ന ഒരു തലമുറ ദൈവസഭയ്ക്കകത്ത് നിന്ന് യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. ദൈവ ശബ്ദത്തെ കേൾക്കുന്ന, ആ കേട്ട ദൈവ ശബ്ദത്തെ അനുസരിക്കുന്ന ഒരു തലമുറ ദൈവസഭയ്ക്കകത്ത് എഴുന്നേൽക്കും. നമ്മുടെ എല്ലാവരുടെയും സ്വഭാവം നമ്മൾ വേണ്ടതുപോലെ കേൾക്കത്തില്ല. ശമൂവേലിന് പറ്റിയ പരാജയം അത് തന്നെയാണ്. ഹല്ലേലൂയ. ശമൂവേൽ പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്ത ദൈവശബ്ദത്തെ വേണ്ടതുപോലെ ശ്രവിക്കാതെ, വേണ്ടതുപോലെ കാര്യമാക്കാതെ പോയത് കൊണ്ടാണ് ശമൂവേലിന്റെ ജീവിതത്തിനകത്ത് പരാജയങ്ങൾ വന്നത്. പക്ഷെ ശ്രദ്ധിക്കുന്ന ഒരു തലമുറ ദൈവസഭയ്ക്കകത്ത് എഴുന്നേൽക്കണം. വാഗ്ദത്തത്തെ ശ്രദ്ധിക്കുന്ന, ഹല്ലേലൂയ, ദൈവശബ്ദത്തെ ശ്രദ്ധിക്കുന്ന ഒരു തലമുറ, ഹല്ലേലൂയ, ദൈവസഭയ്ക്കകത്ത് എഴുന്നേൽക്കണം. ഹല്ലേലൂയ. പ്രിയരെ, ദൈവശബ്ദം നിങ്ങൾ വ്യക്തമായി നിങ്ങളുടെ കാതുകൾക്കകത്ത് കേൾക്കണം. ഹല്ലേലൂയ. ഈ തലമുറയിൽ കർത്താവ് എന്നോടും നിങ്ങളോടും വ്യക്തിപരമായി പ്രാർത്ഥനാ മുറിക്കകത്ത് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നോട് കർത്താവ് പറഞ്ഞു, മോനെ, നീ എനിക്ക് വേണ്ടി അവൈലബിൾ ആകുവാണെങ്കിൽ എൻ്റെ ഹൃദയത്തിനകത്ത് മറഞ്ഞു കിടക്കുന്ന ദൈവികമായ പദ്ധതികളുണ്ട്, അല്ലെങ്കിൽ രാജ്യങ്ങളോട് പറയേണ്ട ദൂതുകളുണ്ട്, വ്യക്തികളോട് പറയേണ്ട ദൂതുകളുണ്ട്. അത് നിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് നീ പ്രാപിക്കണമെങ്കിൽ എനിക്ക് വേണ്ടി നീ പ്രാർത്ഥന മുറിക്കകത്ത് സജീവമാകണം. ഹല്ലേലൂയ. പ്രിയരേ, ഇന്ന് പകൽ എത്ര പേർ ആഗ്രഹിക്കുന്നു എനിക്ക് കർത്താവിന്റെ ശബ്ദം ഒന്ന് കേൾക്കണം? മണിക്കൂറുകൾ പ്രാർത്ഥനയ്ക്കകത്തിരിക്കുന്ന ദൈവദാസന്മാർക്കറിയാം അവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നു. മണിക്കൂറുകൾ പ്രാർത്ഥനയ്ക്കകത്തിരിക്കുന്ന ദൈവദാസിമാർക്കറിയാം അവർ വെളിപ്പാടുകൾ പ്രാപിക്കുന്നു. പൗലോസ് പറഞ്ഞൊരു പദമുണ്ട്, ഞാൻ കർത്താവിന് പ്രാപിച്ചു, നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നു. നീ പ്രാപിക്കാൻ തയ്യാറാണെങ്കിൽ ഏൽപ്പിക്കുവാൻ കർത്താവ് വിശ്വസ്തനാണ്. മോശ മലമുകളിൽ പ്രാപിച്ചതാണ് ജനത്തിന്റെ മേൽ കൈമാറിയത്. പ്രാപിക്കണമെങ്കിൽ ഞാനും ദൈവവുമായിട്ട് ഒരു പ്ലേസ് സെറ്റ് ചെയ്യണം. ഹല്ലേലൂയ. ഒരു സ്ഥലം ഒരുക്കണം. ഹല്ലേലൂയ. ഒരു മലമുകളിലേക്ക് കയറണം. ഒരു മലമുകളിലേക്ക് കയറണം. പ്രാർത്ഥനാ റൂമിനകത്തേക്ക് ദൈവസഭ കയറാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് മറഞ്ഞു കിടക്കുന്ന പദ്ധതികളെ കർത്താവ് വെളിപ്പെടുത്തും. കർത്താവിന് എപ്പോഴും അവൈലബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു തലമുറ വേണ്ടേ? കർത്താവിന്റെ ശബ്ദം കേൾക്കുന്ന, ആ ശബ്ദത്തിന് വേണ്ടി മൂവ് ചെയ്യുന്ന ഒരു തലമുറയാണ് ദൈവം എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്നറിയുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. ദൈവസഭയെ, നീ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനാണോ? ദൈവത്തെ അന്വേഷിക്കുന്നതിനെ പറ്റി കർത്താവ് പറയുന്നത്, നീ ആ ബുദ്ധിമാൻ. ഹല്ലേലൂയ. ദൈവത്തെ അന്വേഷിക്കുന്ന, അവന്റെ മുഖത്തെ നോക്കുന്ന ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽ കർത്താവിന് ദൂത് പറയാനുള്ളത്, വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ദൈവം ജാഗരിക്കുന്നു. ദൈവം ജാഗരിക്കുന്നു. കർത്താവ് പറയും, യോഹന്നാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ച്, യോഹന്നാൻ മാനസാന്തരത്തിന് വേണ്ടി വെള്ളം കൊണ്ട് നിന്നെ സ്നാനം കഴിപ്പിച്ചെങ്കിൽ ഞാൻ നിന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം കഴിപ്പിക്കാൻ പോകുകയാണ്. ഞാൻ നിന്നെ തീ കൊണ്ട് സ്നാനം കഴിപ്പിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ആരുടെയൊക്കെ മേൽ ഈ കട്ടിയേറിയ അഭിഷേകം വീഴാൻ പോകുകയാണ്. ഈ തലമുറയിൽ പ്രതിസന്ധിക്ക് പതറിപ്പോകാതെ പ്രതിസന്ധിയെ ജയിക്കുവാൻ നിന്റെ മേൽ ഈ ഡുനാമിക് പവറിനെ ഞാൻ പകരുന്നു. ഹല്ലേലൂയ. പ്രാപിച്ച അഭിഷേകം കൊണ്ട് ഒതുങ്ങിപ്പോകരുത്. ഹല്ലേലൂയ. പ്രാപിച്ച വെളിപ്പാട് കൊണ്ട് ഒതുങ്ങിപ്പോകരുത്. അതിനെ വർദ്ധിപ്പിക്കണം, അതിനെ ജ്വലിപ്പിക്കണം. അതിനെ ജ്വലിപ്പിക്കാനാണ് ദൈവാത്മാവ് ഇന്ന് പകൽ സംസാരിക്കുന്നത്. പ്രാപിച്ച വെളിപ്പാട് കൊണ്ട് ഒതുങ്ങിപ്പോകരുത്. ഓരോ ദിവസം കഴിയും തോറും അപ്ഡേഷനുകൾ സംഭവിക്കണം. പിശാചവന്റെ പദ്ധതികളും അവന്റെ സ്ട്രാറ്റജികളും മാറ്റുമ്പോൾ പ്രാർത്ഥന മുറിക്കകത്ത് ഒരു പ്രാർത്ഥനാ മനുഷ്യൻ അതിനെ ജയിക്കുന്ന കൃപാവരത്തെ പ്രാപിക്കണം. അതിനെ ജയിക്കുന്ന കൃപയെ പ്രാപിക്കണം. ഹല്ലേലൂയ.
ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം ഒന്ന് വേഗത്തിൽ വായിക്കാമോ? ഇന്ന് പകലിൽ വലിയ അഭിഷേകത്തിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവർ നിങ്ങൾ ജാഗരിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥനയിൽ തുടരണം. ഹല്ലേലൂയ. നിങ്ങളുടെ മേൽ കട്ടിയേറിയ അഭിഷേകത്തെ ദൈവാത്മാവ് കൈമാറാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽ ആരൊക്കെയോ അടുത്ത ആത്മമണ്ഡലത്തിനകത്തേക്ക് കയറുവാൻ നാളുകളായി പ്രാർത്ഥിക്കുന്നു. അവരോട് കർത്താവ് പറയുന്നില്ല, നിന്നെ ഞാൻ വിടപ്പില്ല. എന്റെ ശക്തി ഞാൻ നിന്റെ മേൽ പകരുന്ന ദൈവമാണ്. ഞാൻ നിന്നെ ആത്മാവ് കൊണ്ട് സ്ഥാനപ്പെടുത്തും. ഹല്ലേലൂയ. ഇന്ന് പകൽ ആരാ വിശ്വസിക്കുന്നത്? എന്റെ മേലൊരു കട്ടിയേറിയ അഭിഷേകത്തെ കർത്താവ് പകരുന്നു. ഹല്ലേലൂയ. ഈ 120 പേർ ഹല്ലേലൂയ മർക്കോസിന്റെ മാളിക മുറിക്കകത്തേക്ക് കയറുക. എന്നോട് കർത്താവ് പറഞ്ഞത്, അവർ ഈ 120 പേർ ഇടയ്ക്ക് ഒരു ഐക്യതയുണ്ടായിരുന്നു. ഈ 120 പേർ ആഗ്രഹം ഒന്നായിരുന്നു, പരിശുദ്ധാത്മാവായിരുന്നു. ഈ 120 ഒന്നിനു വേണ്ടി പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഒന്ന് ഐക്യതയുണ്ടായിരുന്നു. പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോയി, ആഗ്രഹിച്ച് മുമ്പോട്ട് പോയി. അവരുടെ മേൽ മർക്കോസിന്റെ മാളിക മുറിക്കകത്ത് ദൈവം അവരുടെ മേൽ അഭിഷേകത്തെ പകർന്നു. കർത്താവിന് പറയാനുള്ളത്, ഈ സഭയെ ഒരു മാളിക മുറിയാക്കി മാറ്റാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഒരു മാളിക മുറിയാക്കി മാറ്റുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഒരേ വിഷനോടെ, ഒരേ ആഗ്രഹത്തോടെ, പ്രാർത്ഥനാ ജീവിതത്തോടെ ഇതിനകത്ത് കയറി പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ഒരു മാളിക മുറിയാക്കി ഗോഡ്സ് ഓൺ മിനിസ്ട്രിയെ പരിശുദ്ധാത്മ മാറ്റാൻ പോകുകയാണ്. മാളിക മുറിക്കകത്ത് കയറിയാൽ പിന്നെ നീ പുറത്തു വരുന്നത് ഒരു സാധാരണ വ്യക്തിയായിട്ടല്ല. മാളിക മുറിക്കകത്ത് നീ കയറിയിട്ടുണ്ട്, പിന്നെ നീ വരുന്നത് ഭൂമിയെ കീഴ്മേൽ മറിക്കുന്നവരെ പോലായിരിക്കും. നിന്റെ മേലിനകത്ത് വരെ ദൈവത്തിന്റെ അഭിഷേകം വ്യാപരിക്കും. ദൈവാത്മാവിന്റെ പറഞ്ഞത്, വാക്കുകൾക്ക് പോലും വിലയില്ലാത്ത പത്രോസിന്റെ നിഴലിന്റെ മേൽ അഭിഷേകം കൊണ്ടുവന്ന ഒന്നാണ് ഒരു മാളിക മുറിയാണ്. വാക്കുകൾക്കകത്ത് പോലും വിലയില്ലാത്തവരെന്ന് പറയുന്നവരെ നീ ഒരു മാളിക മുറിക്കകത്തേക്ക് കയറ്. ഹല്ലേലൂയ. കർത്താവ് ലൈഫിനെ തിരിക്കാൻ ആഗ്രഹിക്കുക. പഴയ നിയമത്തിൽ ഏലിയാവിനും ഏലിശായ്ക്കും മാളിക മുറി ഉണ്ടായിരുന്നു. അവരുടെ കരത്തിൽ ഒരു മരിച്ച വിഷയത്തെ കൊടുത്താൽ അവരവരുടെ മാളിക മുറിക്കകത്ത് കൊണ്ടുവന്ന് ആ മരിച്ച വിഷയത്തെ ജീവിപ്പിക്കാമായിരുന്നു. ഇന്ന് പകലിൽ ആർക്കാ ഒരു മാളിക മുറിയുള്ളേ? ആർക്കാണ് മാളിക മുറിക്കകത്ത് ആ മരിച്ച വിഷയത്തെ ജീവിക്കുവാൻ കഴിയുന്നത്? ദൈവത്തിന് അങ്ങനെ ഒരു തലമുറ വേണം. ഹല്ലേലൂയ. മാളിക മുറിക്കകത്തേക്ക് കയറുക. മാളിക മുറിക്കകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ ദൈവം കാണിച്ചു തരും. പരിശുദ്ധാത്മാവ് എന്തെന്ന് കാണിച്ചു തരും. ദൈവം തെളിയിച്ചു തരും എന്താണെന്ന്. നിന്റെ മേൽ ഈ അഭിഷേകം എന്ന് പതിയും. ഒരു മനുഷ്യന് പോലും എടുത്തു മാറ്റാൻ പറ്റാത്ത നിലവാരത്തിൽ ഈ അഭിഷേകം നിന്റെ മേൽ പതിയണമെങ്കിൽ ഇന്ന് പകൽ കർത്താവ് പറയുന്നു, മാളിക മുറിക്കകത്തേക്ക് ദൈവസഭ കയറും. ഹല്ലേലൂയ. എത്ര പേർ ആഗ്രഹിക്കുന്നു, കർത്താവേ എനിക്കൊരു മാളിക മുറി വേണം. എൻ്റെ ലൈഫിനെ തിരിക്കുന്ന യാബോക്കിന്റെ കളവ് യാക്കോബിന്റെ ഒരു തിരിവാണെങ്കിൽ, പുതിയ നിയമത്തിൽ മാളിക മുറി നിന്റെ ലൈഫിനെ തിരിക്കുന്ന ഒരു മാളിക മുറിയായിരിക്കും. ഹല്ലേലൂയ. ബാല്യക്കാരത്തിയുടെ വാക്കിന്റെ മുമ്പിൽ പതറിപ്പോയ പത്രോസിനോട് കർത്താവ് പറഞ്ഞു, പത്രോസേ കേറ് നീ മാളിക മുറിക്കകത്തേക്ക്. ഇനി ഒരു സ്ഥലത്തും പതറിപ്പോകാതിരിക്കുവാൻ എൻ്റെ ആത്മാവിനെ ഞാൻ നിന്റെ മേൽ പകരുന്നു. ഹല്ലേലൂയ. ആരെങ്കിലും ഏതെങ്കിലും പ്രതിസന്ധികൾക്കകത്ത് പതറിപ്പോകുന്നുണ്ടെങ്കിൽ കർത്താവ് പറയുന്നു, പ്രാർത്ഥനാ മുറിക്കകത്ത് നിങ്ങൾ സജീവമാകുക. പ്രാർത്ഥനാ മുറിക്കകത്ത് സജീവമാകുക. ഒരു പ്രതിസന്ധിക്കകത്തും പതറിപ്പോകാൻ പറ്റാതെ, ഹല്ലേലൂയ, പതറിപ്പോകാതിരിക്കുവാൻ ഇന്ന് പകൽ കർത്താവ് നിങ്ങളുടെ ഒരു പുതിയ അഭിഷേകത്തെ പകരുന്നു. മാളിക മുറി ആഗ്രഹിക്കുന്ന ദയവായിട്ടൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. എല്ലാ ശുശ്രൂഷകളുടെ അടിസ്ഥാനം പ്രാർത്ഥനയാണ്. എല്ലാ ശുശ്രൂഷകളുടെ അടിസ്ഥാനം പ്രാർത്ഥനയാണ്. ഒരു മാളിക മുറി എൻ്റെ ലൈഫ് തിരിച്ചേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് തീ പോലെ ഇറങ്ങി വന്നതാണ്.
എൻ്റെ ലൈഫ് തിരിഞ്ഞത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ പ്രാർത്ഥിക്കർത്താവേ, എനിക്കൊരു മാളിക മുറി വേണം, എനിക്കൊരു മാളിക മുറി വേണം. എൻ്റെ ലൈഫിനെ പിരിക്കാൻ ഈ ശക്തി നിന്റെ മേൽ വന്നിട്ടുണ്ടെങ്കിൽ നീ രാജ്യങ്ങളുടെ ബൗണ്ടറി ക്രോസ് ചെയ്യും, പട്ടണത്തിന്റെ ബൗണ്ടറി ക്രോസ് ചെയ്യും. യെരൂശലേം കൊണ്ട് നീ ഒതുങ്ങപ്പില്ല, ശമര്യ കൊണ്ട് നീ ഒതുങ്ങപ്പില്ല. ഭൂമിയുടെ അറ്റങ്ങൾ നിനക്ക് വേണ്ടി കാത്തിരിക്കും. ഒറ്റ കാരണമേ ഉള്ളൂ, ഈ അഭിഷേകമാണ് നിന്നെ കൊണ്ടുപോകുന്നത്. ഹോ റമന ശ്യാംധന പ്രബാല ഘടകമനകം ലിബ്രിനി ശാന്തൽ മഹോഷിയാംതനെ അസത്തേരി കർമ്മനാബിനി പ്രബല ഘടകമനക ദലവര ഘടകമനക. പ്രാർത്ഥനാ മുറികൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നു. ലൈഫിനെ പിരിക്കുവാൻ ദൈവം പ്രാർത്ഥനാ മുറികൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നു.